ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്പുമായാണ്. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം നെക്കിന് വേണ്ടിയുള്ള വിട്ടും ഇറക്കവും ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ കർവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മാറി ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് പോവും. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കുറച്ച് മാറി സ്റ്റിച്ച് ചെയ്ത് പോവും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഷോൾഡർ ഇറക്കം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ്. ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ കർവ് വരച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറുതായി ഒന്ന് ഒരു കർവ് ഇവിടത്തേക്കും വരച്ചു കൊടുക്കണം. ഇതുപോലെ ചെരിച്ച് കർവ് വരച്ചു കൊടുക്കണം. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് കറക്റ്റായി ഒന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. ഈ ഷേപ്പിലേക്ക് കൂടി തയ്ച്ചു വരികയാണെങ്കിൽ ഷോൾഡർ ഇറങ്ങുന്ന ആ പ്രോബ്ലം ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വരാവുന്ന പ്രോബ്ലം ഒന്ന് ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ഏകദേശം ഞാനിപ്പോൾ വരച്ച ഈ ബ്ലൂ ലൈനിലേക്ക് കൂടി ആയിരിക്കും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ ഇറങ്ങിപ്പോകാം. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഈ കർവ് വരച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് ചെയ്ത് കൊടുക്കാം. കട്ടിങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെരിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ കുറച്ചൊന്ന് കർവ് ചെയ്താണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കർവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ ഇറങ്ങി വരില്ല. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്